ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓണത്തിന് വേണ്ടിയുള്ള അച്ചാറുകളെല്ലാം ഇടുന്നതാണ്. അപ്പോൾ പാവയ്ക്ക, നാരങ്ങ, ഇഞ്ചി ഇതാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം ഇഞ്ചിയൊക്കെ വറുത്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഉണ്ണിയപ്പത്തിന് കുറച്ച് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഇഞ്ചിയെല്ലാം തേങ്ങയൊക്കെ ഇട്ട് വറുത്തൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിനി പാവയ്ക്ക അച്ചാറിടാൻ പോണേണ്. അപ്പോൾ അതിന് വേണ്ടി വെളുത്തുള്ളി, വറ്റൽമുളക്, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഒന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് ആ പാവയ്ക്കയൊക്കെ അങ്ങാടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ പാവയ്ക്ക, നാരങ്ങ, പിന്നെന്താണ് ഇഞ്ചി അച്ചാർ, ഇത് മൂന്നുമാണ് ഇപ്പോൾ ഇടുന്നത്. വേറെയുള്ള അച്ചാറുകളൊന്നും ഇടുന്നില്ല കേട്ടോ. പിന്നെ സാമ്പാർ, അവിയൽ ആ ഐറ്റംസൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യമേ ഈ അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി തീരുമല്ലോ. പിന്നെ വേറെ അച്ചാറുകളൊന്നും ഇടുന്നില്ല കേട്ടോ. ആദ്യം ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കാമല്ലാന്ന് ഓർത്തു. പിന്നെ ഞാൻ ഓർത്തു വീട്ടിലിടുന്നതല്ലേ അതിൻ്റേതായ ഒരു ഇത്. അപ്പോൾ വീട്ടിലിട്ടാൽ കുറച്ചുകൂടി നല്ലതാണല്ലോ എന്നോർത്ത് അങ്ങനെ വീട്ടിൽ ഇടുന്നതാണ്. വാങ്ങിക്കാമെന്ന് വെച്ചത് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ആരും കൂട്ടില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കുറച്ച് വാങ്ങിക്കാമല്ലോ എന്നോർത്ത്. പിന്നെ ഞാനോർത്ത് വന്നാൽ വേണ്ട, നമുക്കത് അച്ചാർ ഇടാമല്ലോ എന്നോർത്ത് അങ്ങനെ ഇട്ടതാണ്. പിന്നെ നമ്മുടെ അച്ചാർ പൊടിയെല്ലാം ഇട്ട് കൊടുത്ത് സാധാരണ പോലെ തന്നെ നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിച്ച് അങ്ങനെ അത് സെറ്റാക്കി എടുക്കും. പിന്നെ കുറച്ച് മിക്സ്ചർ ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടുണ്ട്. അപ്പോൾ ഈ അച്ചാറിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ട് വേണം ഈ ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടി, പിന്നെ മിക്സ്ചർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ മാവെല്ലാം ഞാൻ എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പാവയ്ക്ക് ഏകദേശം ഇവിടെ റെഡിയായിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തത് നമ്മുടെ നാരങ്ങയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഈന്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുരു കളഞ്ഞിട്ടാണ് ഞാൻ ഈ നാരങ്ങ ഇവിടെ എടുത്തേക്കണത്. മറ്റേ നാരങ്ങയല്ല, വടുകപ്പുളിയ നാരങ്ങയില്ലേ, അതാണ് കേട്ടോ എടുത്തേക്കണത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചീനച്ചട്ടിയൊക്കെ വെച്ച് കടുകൊക്കെ വറുത്ത് ഈ ഉള്ളിയും വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി അങ്ങനെയുള്ള എല്ലാം നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത് അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നാരങ്ങയും കൂടി ഇട്ട് കൊടുത്ത് അച്ചാറിടുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാലും ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യുന്നത് ഞാനിങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. എന്താ അതിന് പറയുക, വാക്ക് കിട്ടിയില്ല, എന്താ പറയുന്നത്. അപ്പോൾ ഓക്കെ, അതേപോലെ നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ ഈന്തപ്പഴം കട്ട് ചെയ്ത് വെച്ചത് അതും ആ നാരങ്ങയെല്ലാം ഇട്ടിട്ട് വാട്ടിയൊക്കെ എടുത്ത് കുറച്ച് ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്നിങ്ങനെ ഒന്ന് വാടി വരുമ്പോൾ നമ്മുടെ അച്ചാർ പൊടി, കായപ്പൊടി അതൊക്കെ ചേർത്ത് കൊടുത്ത് വിനാഗിരി ഒഴിച്ച് ഒന്ന് കുറുക്കി എടുക്കും കേട്ടോ. നല്ല അച്ചാറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റാണ്. നാരങ്ങ എനിക്കിഷ്ടം ഇത് നാരങ്ങയായിരുന്നു. പിന്നെ ഇഞ്ചിയും ഞാനിവിടെ നമ്മുടെ തേങ്ങ ഇഞ്ചിയൊക്കെ വറുത്തെടുത്തിട്ട് അതും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ആക്കിയിട്ടില്ല. ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കറി നമ്മൾ സാധാരണ വെക്കുന്ന പോലെയാണ്, എല്ലാവർക്കും അറിയാമല്ലോ ഇഞ്ചിക്കറിയൊക്കെ വെക്കാനായിട്ട്. പിന്നെ പ്രത്യേകിച്ച് അത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ അതും റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ നാരങ്ങ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് കൊടുത്ത് അതൊന്ന് കുറുകി നല്ല ഉപ്പൊക്കെ ഉണ്ടാകുന്നൊക്കെ ഒന്ന് നോക്കിക്കണം കേട്ടോ. ഞാൻ എല്ലാ ആവശ്യത്തിനും ഇട്ടിട്ടുണ്ട്. നല്ല നല്ല ടേസ്റ്റാണ് ഈ നാരങ്ങയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞാൻ വെച്ചുകൊണ്ട് പറയണതല്ല, നല്ലതായിരുന്നു. എല്ലാവരും പറഞ്ഞു നല്ല അച്ചാറാണെന്ന് പറഞ്ഞ്. പിന്നെ നമ്മുടെ ഇഞ്ചിക്കറിയും ഇപ്പുറത്തെ അടുപ്പിൽ നമ്മളത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നാരങ്ങ ദേ എനിക്കത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വന്നു കേട്ടോ, നാരങ്ങ. പിന്നെ ദേ ഇഞ്ചിക്കറിയും ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ മിക്സ്ചർ ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കണതാണ്. അതും വലിയ കുഴപ്പമില്ലാതെ കിട്ടിയെന്ന് പറയാം. കുറച്ച് മാവൊക്കെ എടുത്തുള്ളൂ. കടലമാവ്, അരിപ്പൊടി, മുളക് പൊടി, കുറച്ച് കായപ്പൊടി, ഉപ്പുപൊടി ഇതെല്ലാം ചേർത്ത് കുറച്ച് വലിയ പാത്രം വെക്കേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു കുഞ്ഞു പാത്രമാണ് വെച്ചത്. അതിലോട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചില്ലേ അത് വെച്ചിട്ട് കറക്കി ഇങ്ങനെ എടുത്ത്, പിന്നെ നമ്മുടെ കപ്പലണ്ടി,
പരിപ്പ് മുളക് ഇതെല്ലാം താളിച്ച് ഇടുക പിന്നെ ഉണ്ണിയപ്പം ഇവിടെ